കയറുകയാണ് കേട്ടോ. അപ്പൊ ഇവളുടെ മൈൻഡിലാണെങ്കിൽ നേരത്തെ യുൻഹോ വന്നിട്ട് ഇവളുടെ കയ്യിൽ പിടിച്ചില്ലേ, അതാണ് ആ ഒരു മൈൻഡിൽ ഫുള്ള് ഉള്ളത്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയൂൺ ഡൊഡം ബുക്ക് സ്റ്റോറിലേക്കാണ് കേട്ടോ വരുന്നത്. ഇവൾ ഓൾറെഡി ഒരു ബുക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ബിയോളും ഉണ്ട് കേട്ടോ. അവളാണെങ്കിൽ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ആ സമയത്താണ് കറക്റ്റായിട്ട് നമ്മുടെ നായിക വന്നിട്ട് ആ ബുക്ക് എടുക്കുന്നത്. ബിയോളാണെങ്കിൽ എനിക്ക് ബുക്ക് എടുത്ത് തന്നതിന് ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നായിക പറയുന്നുണ്ട്, ഞാനിത് ബുക്ക് എനിക്ക് വേണ്ടി എടുത്തതാണ്, എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. എന്നിട്ട് ബിയോളിനോട് നമ്മുടെ ജിയൂൺ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതൊക്കെ വായിക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ബിയോളാണെങ്കിൽ എനിക്ക് എല്ലാ കൊറിയൻ ലെറ്റേഴ്സും വായിക്കാൻ അറിയാമെന്ന് പറയുമ്പോൾ ജിയൂൺ ഇത് വായിക്കാൻ പറയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബിയോളിനാണെങ്കിൽ ആ എഴുതി വെച്ചിരിക്കുന്ന സെന്റൻസ് വായിക്കാനൊന്നും പറ്റുന്നില്ല. എങ്കിലും ബിയോള് പറയുന്നുണ്ട് ഇതൊരു പിക്ചർ ബുക്കാണ്, പിക്ചർ ബുക്ക് നിങ്ങൾ പ്രായമായ അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജിയൂൺ ചോദിക്കുന്നുണ്ട്, അതെന്താ മുതിർന്ന ആൾക്കാര് പിക്ചർ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും പിക്ചർ ബുക്കൊക്കെ വായിക്കാൻ പറ്റുമെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ജിയൂൺ പറയുന്നുണ്ട്, ഞാൻ അത്ര ഓൾഡ് ലേഡി ഒന്നും അല്ല എന്ന് പറയാണ്. ബിയോളും അങ്ങനെ വിട്ടൊന്നും കൊടുക്കുന്നില്ല. ബിയോള് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ കാണാൻ എന്റെ അച്ഛനേക്കാളും നല്ല പ്രായമുണ്ട് എന്ന് പറയുമ്പോൾ ജിയൂൺ പറയുന്നുണ്ട്, അത് നിന്റെ അച്ഛൻ പെട്ടെന്ന് ഏർലി ഏജിൽ മാരി ചെയ്തു, അതുകൊണ്ടാണെന്ന് പറയാണ്. നമ്മുടെ യുൻഹോയുടെ മകളാണ് ഇവള് എന്നുള്ള കാര്യമൊന്നും നമ്മുടെ ജിയൂണിന് അറിയില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുഹ്യോൺ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മാത്രല്ല ജിയൂണിന് ഒരു കോളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ബുക്ക് നമ്മുടെ ബിയോളിന് കൊടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. നമ്മുടെ ജിയൂൺ ഇതൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ സുഹ്യോനോട് ബിയോള് ചോദിക്കുന്നുണ്ട്, ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പൊ സുഹ്യോൻ ആണെങ്കിൽ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് അവൾക്ക് വായിച്ചു കൊടുക്കുകയാണ്. അതായത് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പിക്ചർ ബുക്ക് എന്നാണ് അതും എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ബിയോളിനാണെങ്കിൽ അയ്യോ ആ ചേച്ചി പറഞ്ഞത് ശരിയായിരുന്നു അല്ലേ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അവൾ ആകെ ചമ്മിയ മുഖത്തിൽ അവിടെ നിൽക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ പീപ്പിൾസ് ആട്ടോ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ലോലിപോപ്പ് ആണെങ്കിൽ അവന്റെ ഓഫീസിലിരുന്നിട്ട് നമ്മുടെ നായകനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ട് അവനാണെങ്കിൽ എഴുന്നേറ്റ് നമ്മുടെ ലോലിപോപ്പിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് ഡയറക്റ്റ് ആയി ചോദിക്കാൻ കേട്ടോ. അപ്പൊ ലോലിപോപ്പ് ആണെങ്കിൽ നേരെ അടുത്തേക്ക് വന്നിട്ട്, അന്ന് നിങ്ങൾ എന്നെ പിടിച്ചില്ലേ, അപ്പോൾ നിങ്ങളുടെ മേത്തെ ഉണ്ടായിരുന്ന ആ പെർഫ്യൂം നല്ലതായിരുന്നു, ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ യുൻഹോ ആണെങ്കിൽ ഉടനെ തന്നെ അവന്റെ റിസ്റ്റ് ഇവന് മണക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ പെർഫ്യൂം ആണെന്ന് പറഞ്ഞിട്ട് പെർഫ്യൂമിന്റെ പേരും പറയുന്നുണ്ട് കേട്ടോ. അവൻ പോയി കഴിയുമ്പോൾ നമ്മുടെ ലോലിപോപ്പ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും രൂക്ഷമായിട്ട് നോക്കിയിട്ടും അവനൊന്നും തോന്നിയില്ലല്ലോ, അതെന്തേ ഇന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതെ, വർക്കൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കുകയാണ് കേട്ടോ നൈറ്റ്. അപ്പൊ ഇവൻ നോക്കുമ്പോൾ നമ്മുടെ യുൻഹോ നോക്കുമ്പോൾ നമ്മുടെ ജിയുടെ ഓഫീസ് ആണെങ്കിൽ ഫുൾ അലങ്കോലായിട്ടോ വീണ്ടും കിടക്കുന്നത്. നെക്സ്റ്റ് സീനില് കറക്റ്റായിട്ട് വായിക്കാനും എഴുതാനൊക്കെ പഠിക്കുന്ന നമ്മുടെ ബിയോളിനെ ആട്ടോ കാണിക്കുന്നത്. ബിയോളിനെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ബിയോളിന്റെ ഫ്രണ്ട് തന്നെയാണ്. യുൻഹോ ആണെങ്കിൽ മെല്ലെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ബിയോൾ ഒടുക്കത്തെ പഠിപ്പാണ് കേട്ടോ. അപ്പൊ ഉണ്ടായ കാര്യമൊക്കെ നമ്മുടെ സിഹ്യോൻ ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യുൻഹോനോട്. യുൻഹോ ആണെങ്കിൽ ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഡിന്നറൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സുഹ്യോണിന് ഇനി ഡിന്നർ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. യുൻഹോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് സുഹ്യോനോട്, നിന്റെ അമ്മ നിന്റെ വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അവൻ സുഹ്യോനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം ഈ സുഹ്യോന്റെ ഫാമിലിയിൽ എന്തോ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അതെ, ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ മകളിനെ പോയി വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ മകളാണെങ്കിൽ ഞാൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഡോറ് ഇവന്റെ മുഖത്ത് നോക്കി കൊട്ടി അടയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ ഇപ്പോൾ വീട്ടിലാണല്ലോ, എന്റെ വർക്കൊക്കെ കഴിഞ്ഞല്ലോ, എന്നിട്ടും എനിക്ക് എന്താ വർക്ക് കഴിഞ്ഞ് പോവാത്ത പോലെ, ഈ ഒരു ബിഹേവിയർ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനത്തെ നൈറ്റ് ആയപ്പോൾ നമ്മുടെ നായക അവളുടെ ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് സ്ഥിരമായിട്ട് എറിയുന്ന പോലെ ആ ഒരു ബാഗ് കൗച്ചിലേക്ക് എറിയാണ്. പക്ഷേ ബാഗ് ഇന്നേ വരെ കൗച്ചിൽ വീണിട്ടില്ല, അതും കടന്ന് പുറത്ത് വീഴും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവളുടെ ബാഗ് നിലത്ത് വീഴുന്ന ശബ്ദം അവൾ കേട്ടില്ല. അപ്പൊ നോക്കുമ്പോൾ എന്താ, വേറെ ഒന്നുമല്ല, അവനാണെങ്കിൽ വേറൊരു സ്റ്റാൻഡ് ഈ ബാഗിന് വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് കൗച്ചിൽ വീണിട്ട് കൗച്ചിൽ തട്ടിയിട്ട് ആ ഒരു സ്റ്റാൻഡിലേക്കാണ് പോയി വീഴുന്നത്. പിന്നെ നോക്കുമ്പോഴാണ് ഓഫീസ് ഫുള്ള് അവൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവള് നൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന കോഫി, പെൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവൻ പക്ക സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഒരു ചെടി കൂടെ അവൻ അവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഷെഫിനെയും ഷെഫിന്റെ അസിസ്റ്റന്റിനെയും ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ഫുഡൊക്കെ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പരസ്പരം ഫുഡൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഫുഡിന്റെ. നമ്മുടെ പീപ്പിൾസിലാണെങ്കിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഇവിടുത്തെ സ്റ്റാഫുകള് നമ്മുടെ ഷെഫിനെ കുറിച്ചും ഷെഫിന്റെ അസിസ്റ്റന്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ ഈ ഷെഫും അസിസ്റ്റന്റും ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്നാണ് ഇവർ അറിഞ്ഞേട്ടോ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മേലെ ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. ഈ റൂമേഴ്സ് ഉള്ള രണ്ടുപേരെയും തന്നെ പുതിയൊരു കമ്പനിയിലേക്ക് മാറ്റിയ ആ കമ്പനിയിലും റൂമേഴ്സ് വരും. ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഷെഫിനെ മാത്രം പുതിയ കമ്പനിയിലേക്ക് മാറ്റാവുന്ന ഡിസിഷനിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ജിയോ. അപ്പോഴാണ് നമ്മുടെ യുൻഹോ പറയുന്നത്, സംഭവം ശരിയാണ്, ഇങ്ങനെയൊക്കെ റൂമേഴ്സ് കേട്ടു, പക്ഷെ നമ്മളിത് അവരോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടുന്നു. അങ്ങനെ നമ്മുടെ യുൻഹോ പറഞ്ഞത് പ്രകാരം നമ്മുടെ ജിയോണും യുൻഹോയും ചേർന്നിട്ട് ഈ രണ്ട് ഷെഫിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ്.
അപ്പോൾ ഇവര് പറയുന്നുണ്ട്, നമ്മുടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, എന്നോട് ഇതുവരെ ബയാസ് കാണിച്ചിട്ടില്ല. ഞാൻ അത്ര വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥലത്തൊന്നുമല്ല പഠിച്ചത്. എങ്കിലും എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് നന്നായി പഠിപ്പിച്ചു തരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ആണെങ്കിൽ ജിയോനോട് പറയുന്നുണ്ട്, എപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു അസിസ്റ്റന്റ് ഷെഫിനെ കിട്ടില്ല. ഞാൻ വിചാരിക്കുന്നതിന് മുൻപ് അവൾ ആ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് അവളെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. പറഞ്ഞിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ചായ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ 2 കൈയും പിടിച്ചിട്ടാണ് ചായ എടുത്ത് കുടിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നായിക ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ ഷെഫ് ആ ഒരു ഡോർ മെല്ലെ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ റെസ്റ്റോറന്റിന്റെ. പക്ഷെ ഷെഫിനെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഷെഫിന് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതും നമ്മുടെ യുൻഹോയും ജിയോണും നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അസിസ്റ്റന്റ് ഷെഫ് വന്നിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അന്ന് നൈറ്റ് നമ്മുടെ ജിയുണും അതുപോലെ തന്നെ സെക്രട്ടറിയും ചേർന്ന് ഈ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ആണെങ്കിൽ 2 വർഷം ലീവ് എടുത്തിട്ടുണ്ട്. അത് എന്തിനാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ടൈമിലാണ് നമ്മുടെ യുൻഹോ അങ്ങോട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഇവൻ കുക്ക് ചെയ്യുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ കൈയെ ചെറുതായിട്ട് ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നതും ഷിവർ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു സർജറി ഈ റൈറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷെഫ്. ആ ഒരു കാര്യം ഇവര് മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ജിയോൺ അങ്ങനെ ഈ ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഷെഫിനോട് സംസാരിക്കുകയാണ്. അപ്പൊ ഷെഫ് പറയാണ്, ശരിയാണ്, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, സർജറി കഴിഞ്ഞു, അതിനുശേഷം പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ അടുത്തായിട്ട് ചെറിയൊരു നംനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ അസിസ്റ്റന്റ് എന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയുകയാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ആണെങ്കിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയൊരു വീക്ക്നെസ് കാരണം തന്റെ പൊസിഷനും കരിയറൊക്കെ അത് അഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസിസ്റ്റന്റിനോട് മാത്രം ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. വേറെ ആർക്കും ഈ ഒരു പ്രോബ്ലത്തെ കുറിച്ച് അറിയില്ല. ഇവൻ എന്താ നമ്മുടെ ജിയോനോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഈ കൈയിന്റെ പ്രശ്നത്തിന്റെ കാര്യം പുതിയ കമ്പനീനെ അറിയിക്കരുത്, ഇൻഫോം ചെയ്യരുത് എന്നാണ് കേട്ടോ. അങ്ങനെ അവനുമായിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവള് തിരിച്ച് ഇവളുടെ ഓഫീസിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ഷെഫിന്റെ CV ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ മനസ്സിലാക്കുകയാണ്, അത്യാവശ്യം നല്ല കഴിവുകളൊക്കെ ഈ ഒരു ഷെഫിനും ഉണ്ട്, അസിസ്റ്റന്റിനും ഉണ്ട്. പക്ഷെ പുറത്തേക്ക് കാണിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല, ഒക്കെ ഹിഡൻ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ CV ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡോക്യുമെന്റിന്റെ സ്റ്റാപ്ലറിൽ അവളുടെ കൈ തട്ടി ചെറുതായിട്ട് ബ്ലീഡിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവളെ ചുമ്മാ അത് വായിലൊക്കെ വെച്ച് അത് സെറ്റ് ആക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് യുൻഹോനെ അവള് നോട്ട് ചെയ്യുന്നത് കേട്ടോ. അവനാണെങ്കിൽ അത്യാവശ്യം ഉറക്കമൊക്കെ വന്നിട്ടാണ് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 പേരും കൂടി ഇരുന്ന് കോഫി കുടിക്കുകയാണ്. യുൻഹോ അപ്പൊ പറയുന്നുണ്ട് ജിയുനോട്, എംപ്ലോയീസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്, അതുപോലെ സ്വന്തം കാര്യവും ടേക്ക് കെയർ ആണെന്ന് പറയാണ്. എന്നിട്ട് ഒരു ബാൻഡേജ് എടുത്തിട്ട് ആ ബ്ലഡ് വന്ന ഫിംഗറിനെ അവൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതേ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ അവളെയും കൊണ്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ് കേട്ടോ. അവളാണെങ്കിൽ നല്ല ഉറക്കാണ് കാറിലിരുന്നിട്ട്. അതുകൊണ്ട് തന്നെ അവനെ എഴുന്നേൽപ്പിക്കാനും തോന്നുന്നില്ല അവളെ. അതുകൊണ്ട് തന്നെ യുൻഹോ ഒരു റൗണ്ടും കൂടി പോയിട്ട് വരികയാണ് കേട്ടോ. അതിനുള്ളിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 1-2 റൗണ്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എഴുന്നേൽക്കുകയാണ് നമ്മുടെ ജിയു. എഴുന്നേൽക്കുമ്പോൾ ജിയുൻ ചോദിക്കുന്നുണ്ട്, അല്ല എത്ര റൗണ്ട് നീ ചുറ്റി എന്നെയും കൊണ്ടെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനൊരു താങ്ക്സും പറയുന്നുണ്ട്. അവളെ എഴുന്നേൽപ്പിച്ചില്ല, അവളെ സ്ലീപ്പിംഗ് പിൽസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഉറങ്ങി, അതിനൊരു താങ്ക്സ് പറയാണ്. ജിയുൻ അങ്ങനെ പുതിയ കമ്പനിയിലത്തെ ആൾക്കാരുമായിട്ട് ഈ ഒരു ഹാൻഡിന്റെ പ്രോബ്ലം ഒക്കെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷം ഈ എക്സിക്യൂട്ടീവ് ഷെഫിനെ വീണ്ടും കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ കമ്പനിക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ ഹാൻഡിന്റെ പ്രോബ്ലം ഒന്നൊരു ഇഷ്യൂ അല്ല. കാരണം ഈ ഒരു ഷെഫിന് സ്റ്റാർ വാല്യൂ ഉണ്ട്. പക്ഷെ അവർക്ക് ഈ അസിസ്റ്റന്റിനെ ഹയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഒരു റൂമറും ഗോസിപ്പൊക്കെ ഉണ്ട്. അപ്പൊ 2 പേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്പനീനെ അത് ബാധിക്കും, അവരുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതെയോ. അതുകൊണ്ട് അതെന്തായാലും നടക്കില്ല. ഇവന് ഒറ്റയ്ക്ക് മാത്രമേ അവരെ ഹയർ ചെയ്യുള്ളൂ. നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ ഈ ഹാൻഡിന്റെ പ്രോബ്ലം അറിഞ്ഞിട്ടും അവര് ഇവനെ ഹയർ ചെയ്യുന്ന അറിയുമ്പോൾ ഇവൻ പറയാണ്, ഓക്കെ എന്നാ എന്നെ മാത്രം ഹയർ ചെയ്താൽ മതി, എനിക്ക് വേറെയും നല്ല അസിസ്റ്റന്റിനെ കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ജിയോൺ കൊണ്ടുവന്ന ഈ ഒരു ജോബ് ഓഫർ എക്സിക്യൂട്ടീവ് ഷെഫ് അക്സെപ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ഷെഫ് ആണെങ്കിൽ അസിസ്റ്റന്റ് ഷെഫിനോട്, ആ ഒരു ലേഡി ഷെഫിനോട് പറയുന്നുണ്ട്, നിന്നെ അവർ ഹയർ ചെയ്തില്ല, എന്നെ മാത്രമേ ഹയർ ചെയ്തുള്ളൂ, എന്റെ ഹാൻഡിന്റെ പ്രശ്നമൊന്നും അവർക്ക് വിഷയമല്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ഷെഫിനാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഇവളെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് ഇവിടെയുണ്ട്. അപ്പൊ ഇവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ നല്ല പേടിയുണ്ട്. ഈ ഷെഫ് ആണെങ്കിൽ ഇവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ, അത് നല്ലൊരു കാര്യമല്ലേ പറയാണ്. ഇവൾക്കാണെങ്കിൽ മുൻപ് ഇവിടെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര പേടിയുള്ളതാണ്. ഇവളുടെ കൈയൊക്കെ ഒരുപാട് പൊള്ളിയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടിച്ചെല്ലാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ യുൻഹോനോട് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യുൻഹോ അവൾക്ക് കോൺഫിഡൻസ് കുറവാണ്, കുറച്ച് പേടിയുണ്ടെന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പൊ യുൻഹോ അവളോട് പറയാണ്, നിനക്ക് എപ്പോഴും മറ്റൊരാളുടെ മേലെ എല്ലാ ഹോപ്പും വെക്കാൻ പറ്റില്ല, എപ്പോഴും ഒരാൾ നിന്റെ കൂടെ ഉണ്ടാവില്ല, എപ്പോഴും മറ്റൊരാളുടെ മേലെ നമ്മൾ റിലൈ ചെയ്യാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക്. വിൻഡോ ഓപ്പൺ ആയതുകൊണ്ട് ഇവർ 2 പേരും സംസാരിക്കുന്നത് നമ്മുടെ ജിയോൺ കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബിയോളിനായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അവളാണെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ ബുക്ക് സ്റ്റോറിന്റെ ഡോർ ഓരോരുത്തർ തുറക്കുമ്പോഴും നോക്കുന്നുണ്ട് ആരാ വരുന്നതെന്ന്. കാര്യം വേറൊന്നുമില്ല,
അവള് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ജിയുനെയാണ് കേട്ടോ. അപ്പൊ ജിയുനെ പറഞ്ഞ് തെറ്റാതെ അത് പറഞ്ഞു കേൾപ്പിക്കണം അവൾക്ക്. അങ്ങനെ ദേ ജിയുൻ വന്നപ്പോൾ ഒരു ബുക്കുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ജിയുനാണെങ്കിൽ ഇവള് തെറ്റാതെ വായിക്കുമ്പോൾ അവൾ അപ്രിഷിയേറ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിയോള് ജിയുനെയും കൂടെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ ഇങ്ങനെ വായിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ പോലത്തെ ഒരു ബുക്കാണ് കേട്ടോ അവള് വായിക്കുന്നത്. അതായത് നമ്മുടെ ലൈഫ് ഒരുപാട് വലുതാണ്, ഒരുപാട് ലോങ് ആണ്, പല കാര്യങ്ങളും സംഭവിക്കും, പലതും നമ്മളെ ഹേർട്ട് ചെയ്യും, പലതും നമ്മുടെ നല്ലതിനാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ പുതിയൊരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ഹോട്ടലിലേക്കാണല്ലോ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ ഫോട്ടോഗ്രാഫിയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ 3 പേരും ചേർന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ അസിസ്റ്റന്റ് ഷെഫാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജിയുൻ പറയുന്നുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫിനോട്, ഇത് എന്റെ പുതിയ കാൻഡിഡേറ്റ് ആണ്, എന്റെ പുതിയ പ്രൊജക്റ്റ് ആണെന്ന് പറയാണ്. അപ്പോൾ തന്റെ അസിസ്റ്റന്റ് ഷെഫ് പുതിയൊരു ജോബിലേക്ക് ഇറങ്ങി എന്ന് കാണുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഷെഫിനും നല്ല സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ഷെഫിന് വേണ്ടിയിട്ടുള്ള ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സയന്റിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ നിൽക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചൊക്കെ ടെൻഷനുള്ള ഒരാൾക്ക് പറ്റിയ ഒരു ഫീൽഡാണ് ഫുഡ് സയന്റിസ്റ്റ് എന്നാണ് നമ്മുടെ ജിയുൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് ഷെഫ് ആയിരുന്ന ഈ ഒരു ലേഡി പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാണ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഒരു വിൽ പവർ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ജിയുൻ പുതിയൊരു സ്ഥാപനത്തിലേക്ക് ഇവളെ മാറ്റുന്നത്. ജിയുനാണെങ്കിൽ കുറച്ചുകൂടെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, കുറച്ചുകൂടെ ഇവളോട് കംഫർട്ടബിൾ ആയ രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ യുൻഹോ നോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോൾ യുൻഹോ ചോദിക്കുന്നുണ്ട്, അല്ല മാം, നിങ്ങളുടെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് വന്നു, ഭയങ്കര വാമായിട്ട്, ഭയങ്കര കോൾഡ്നെസ് ഒക്കെ മാറി, അതുപോലെ തന്നെ ഭയങ്കര ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് കുറച്ച് നേരത്തെ സംസാരിച്ച ആ ഒരു ലേഡിനോട് എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ജിയുനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇവന്റെ ഡയലോഗ്സ് കേട്ട് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും പുറത്തേക്കൊന്നും കാണിക്കുന്നില്ല. അവനോട് പറയുന്നുണ്ട് അതൊക്കെ ബുക്സിൽ നിന്ന് എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയതാന്ന് പറയാണ്. എന്നിട്ട് ജിയുൻ യുൻഹോനോട് പറയാണ്, ഓരോരുത്തർക്കും ഓരോരോ സ്ഥലങ്ങളുണ്ട്. ചില കമ്പനിക്കാര് സ്റ്റാർ വാല്യൂ ആയിരിക്കും നോക്കുക, അതേസമയം മറ്റു ചിലർ കോമ്പറ്റൻസി ആയിരിക്കും നോക്കുക. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെതായ സ്ഥാപനങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ യുൻഹോ പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു യഥാർത്ഥ ഹെഡ് ഹണ്ടർ ആരാണ്, എങ്ങനെയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് യുൻഹോ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും പെട്ടെന്ന് നടക്കാൻ, മഴ വരാനൊരു ചാൻസ് ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇവള് പറയുന്നുണ്ട്, മഴയോ ഇപ്പോഴോ, ചാൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപ് മഴ പെയ്യാണ് കേട്ടോ. നമ്മുടെ യുൻഹോ ആണെങ്കിൽ അവന്റെ ബാഗിൽ ഓൾറെഡി ഒരു കൊട കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നിവർത്തുകയാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ കാണിക്കുന്നെങ്കിലും പെട്ടെന്ന് ഇവള് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ആ ഒരു കൊടയുടെ കളറും കാർട്ടൂൺസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ യുൻഹോ പറയുന്നുണ്ട്, കൊടയില്ലാതെ ഓടുന്നതിലും ബെറ്റർ ഈ ഒരു കൊട പിടിക്കല്ലേ എന്ന് പറയാണ്. അങ്ങനെ ദേ ഇവർ രണ്ടുപേരും മഴയത്ത് കൊടയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാവരും ദേ ഓടിയാണ് പോകുന്നത്. അങ്ങനെ ദേ ഈ എപ്പിസോഡിൽ ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഒരു വഴക്കുമില്ല കേട്ടോ. നല്ല കൂൾ ഗായ്സ് ആണ് രണ്ടുപേരും. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഉണ്ടാവുന്നത്.